ശരീരത്തിൽ നിന്നും മാംസം മുറിച്ചു മാറ്റിയ ഭാഗത്തെ വേദന കടിച്ചമർത്തിയാണ് അശ്വിൻ ഞങ്ങളോട് സംസാരിച്ചത്. മാസം തികയാതെയായിരുന്നു അശ്വിന്റെ ജനനം. ജന്മനാ കാലിന് ചലനശേഷിയില്ല. ജീവൻ എത്രനാൾ നിലനിൽക്കുമെന്ന് ഡോക്ടർമാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. കൊച്ചുകുഞ്ഞുങ്ങൾക്ക് സാധാരണയുള്ളതിനേക്കാൾ തലയ്ക്കും വലിപ്പമുണ്ടായിരുന്നു. ജനിച്ച നാൾ മുതൽ ശസ്ത്രക്രിയയിലൂടെയും മരുന്നിലൂടെയും രോഗങ്ങളോട് പൊരുതി അശ്വിൻ. പാതി വഴിയിൽ അച്ഛന് നഷ്ടമായി. അമ്മയും 2 സഹോദരിമാരുമാണ് ഇപ്പോൾ അശ്വിനെ പരിചരിക്കുന്നത്. ഉള്ള ആശുപത്രിയിലെല്ലാം കൊണ്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ കോലഞ്ചേരി കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു. അന്നോട്ട് പിന്നെ അവിടുത്തെ ചികിത്സയാണ്. എന്നും തന്നെ കോലഞ്ചേരില്ല. പിന്നെ ഇപ്പം ഈയിടെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാ ആശുപത്രിയിലും കൊണ്ടുപോയി. കാരിക്കോട്ട് കൊണ്ടുപോയി അവരെടുത്തില്ല. അലസ്റ്റർ കോളേജ് കൊണ്ട് അവരെടുത്തില്ല. പിന്നെ കോലഞ്ചേരി കൊണ്ടുപോയി 3-4 ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി വയറ്റിൽ വെള്ളം കുത്തിയെടുക്കണം. മരുന്നിന് തന്നെ ആദ്യത്തെ ദിവസമൊക്കെ 4500 5000 രൂപയ്ക്കാണ് മരുന്നിന് വന്നുകൊണ്ടിരുന്നത്. നാട്ടുകാരുടെ സഹായവും അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടി. ഒത്തിരി പേര് സഹായിച്ചു. ബെഡ് സോർ ബാധിച്ചതോടെ ശരീരഭാഗങ്ങൾ പഴുത്തു. പഴുത്ത മാംസം മുറിച്ചു മാറ്റി. മുറിവുകൾ ഉണങ്ങാത്തതിനാൽ കടുത്ത വേദനയും അലട്ടുന്നുണ്ട്. കിഡ്നിക്കും തകരാറുണ്ടായിട്ടുണ്ടെന്നാണ് അടുത്തിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഓരോ തവണ ആശുപത്രിയിലെത്തുമ്പോഴും 10,000-കണക്കിന് രൂപയാണ് ചികിത്സയ്ക്കായി വേണ്ടിവരുന്നത്. ഭീമമായ ചികിത്സാ ചെലവ് ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല. പഠിക്കണം, പരീക്ഷ എഴുതണം, വിജയിക്കണം. അശ്വിന്റെ ഈ ആഗ്രഹം സഫലമാകാൻ പക്ഷേ ശരീരം നുറുങ്ങുന്ന വേദന ഇല്ലാതെയാകണം. സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിലേ അശ്വിന്റെ ചികിത്സ തുടരാൻ കഴിയൂ. നമുക്കൊരുമിക്കാം, തിരികെ എത്തിക്കാം അശ്വിനെ ജീവിതത്തിലേക്ക്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.